കണ്ടേട്ടനെന്ന് നാട്ടുകാരും പരിചയമുള്ളവരും വിളിക്കുന്ന ശ്രീകണ്ഠൻ നാട്ടിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. ജാതിമത വർണ്ണ വർഗ കക്ഷി ഭേദമന്യേ എല്ലാവരെയും സഹായിക്കുന്ന ഒരു യഥാർത്ഥ സാമൂഹ്യ സ്നേഹി. എങ്കിലും അയാൾക്ക് അയാളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, മനുഷ്യത്വവും ധർമ്മവും നീതിയും പുലർത്തുന്നവർ ആയാലും ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ ശ്രീകണ്ഠേട്ടനെയും സമസ്ത വിഭാഗത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. പല പത്രങ്ങളിലും അയാളുടെ ദേശസ്നേഹത്തിൻ്റെയും സാമൂഹ്യ നന്മയുടെയും പ്രവർത്തികൾ ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇന്ന് നടന്ന അയാളുടെ വിവാഹമാണ് നാട്ടിൽ ചർച്ചാ വിഷയമായത്. 5-8 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു പെൺകുട്ടിയാണ് അയാൾ വധുവായി തിരഞ്ഞെടുത്തത്. അതുതന്നെയാണ് ഇപ്രാവശ്യവും ശ്രീകണ്ഠൻ്റെ വിവാഹ വാർത്തയും ജനങ്ങൾക്ക് പ്രിയങ്കരമായത്. ഏതാണ്ട് 8 വർഷം മുമ്പ് നടന്ന കുമരംകൊല്ലി പീഡന പരമ്പരയിലെ 40ഓളം നരാധമന്മാരുടെ പീഡനത്തിനിരയായ ദയ എന്ന പെൺകുട്ടിയാണ് ശ്രീകണ്ഠൻ വിവാഹം കഴിച്ചത്. ഇന്ന് സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നും ശ്രീകണ്ഠന് ആശംസകളും പ്രശംസകളും അനുമോദനങ്ങളും കൊണ്ട് നിറഞ്ഞു. ശ്രീകണ്ഠൻ തൻ്റെ ജീവിത സഖിയാക്കി മാറ്റിയതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ദയ അന്നത്തെ സംഭവത്തിനു ശേഷം ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അവഹേളനങ്ങളും അപമാനങ്ങളും സഹിക്കാൻ വയ്യാതെ നാടുവിട്ട് ഏറെ ദൂരെയുള്ള ഒരു ആശ്രമത്തിന് കീഴിലുള്ള അഗതി മന്ദിരത്തിലെ അന്തേവാസികളായ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകിക്കൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു അവൾ ഇതുവരെ. സ്വന്തം കക്ഷിയിൽ നിന്ന് പിരിച്ചെടുത്ത ധനവും വസ്തുവകകളും ഒക്കെ ആശ്രമത്തിനു വേണ്ടി കൈമാറാൻ വേണ്ടി പോയ അവസരത്തിലാണ് ആദ്യമായി ശ്രീകണ്ഠൻ ദയയെ കാണുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ അഗതി മന്ദിരത്തിന് പുറത്ത് ഗ്രൗണ്ടിൽ ഡ്രിൽ വർക്കുകൾ ചെയ്യിപ്പിക്കുകയായിരുന്നു അവളപ്പോൾ. ഏതാണ്ട് 8 വർഷം മുമ്പ് പത്രവാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു പാവം പെൺകുട്ടി. അതെ, ഇത് ദയ എന്ന അതേ പെൺകുട്ടിയാണ്. ശ്രീകണ്ഠന് അവളെ പരിചയപ്പെടാൻ നേരിട്ട് സാധിച്ചില്ല. എങ്കിലും ഇത്രയും അടുത്ത് കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയാണ് അങ്ങോട്ട് ചെന്ന് കൈകൂപ്പി തൊഴുതു ചോദിച്ചത്. ദയയാണ് അല്ലേ? തന്നെ പരിചയമില്ലാത്ത ആരോ കുട്ടികളെ കണ്ട് സംസാരിക്കാൻ വന്നതായിരുന്നു എന്നാണ് അവൾ ആദ്യം കരുതിയത്. തന്നെ പരിചയമുള്ള ആരോ ആണെന്നറിഞ്ഞപ്പോൾ അവളുടെ നെറ്റി ചൊളിഞ്ഞു. എങ്കിലും അവൾക്ക് ആളെ മനസ്സിലായി. പലയിടത്തും കണ്ടിട്ടുണ്ട് ഇയാളെ. ഏവർക്കും പ്രിയമുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനാണ്. തന്നോടുള്ള മാന്യമായ പ്രതികരണം കണ്ടപ്പോൾ അവളുടെ മനസ്സൽപ്പം സമാധാനമായി. ഞാൻ ശ്രീകണ്ഠൻ, കാരുണ്യപ്രവൃത്തിയുടെ ഭാഗമായുള്ള ജനങ്ങൾ തന്ന സാധനങ്ങളും കൊണ്ട് വന്നതാണ്. ഓ, കേട്ടിട്ടുണ്ട്, അവൾ പറഞ്ഞു. ദയ ഇവിടെ ടീച്ചറാണല്ലേ? അതെ സർ. ഇതുപോലെ തുടർന്ന് പല പ്രാവശ്യവും ശ്രീകണ്ഠൻ അഗതി മന്ദിരവുമായി സഹകരിക്കേണ്ടി വന്ന അവസരത്തിൽ ഒക്കെ അവിടെ ദയയെ കാണാനിടയായി. താൻ ഇതുവരെ കണ്ട പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായ സവിശേഷത, സംസ്കാരം ശ്രീകണ്ഠനിൽ അവൾ തെളിഞ്ഞു കണ്ടു. ക്രമേണ നല്ല ഒരു സ്നേഹബന്ധം അവർക്കിടയിൽ ഉരുത്തിരിഞ്ഞു. അതിനുശേഷം ദയ ശ്രീകണ്ഠനെ കൂടുതൽ മനസ്സിലാക്കിയിരുന്നു. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായ കരുണാകരൻ സാറിൻ്റെയും UP സ്കൂൾ ഹെഡ് മിസ്ട്രസ്സായ ജഗദമ്മ ടീച്ചറിൻ്റെയും മകനായി വളർന്ന ശ്രീകണ്ഠന് സംസ്കാരവും സ്വഭാവമഹിമയും ജന്മസിദ്ധമായിരുന്നു. ഏകമകനായ ഈ ശ്രീകണ്ഠൻ സാറ് രാഷ്ട്രീയ സാമൂഹ്യ സേവനം എന്ന ഭ്രാന്ത് മുഴുത്ത് അതിനു പിറകെ ഓടി നടക്കാനല്ലാതെ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. ദയയിൽ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലെത്തിയപ്പോൾ ഉണ്ടായ ആ ദുരന്തത്തിൻ്റെ സ്മരണകൾ അവളുടെ ഓർമ്മകളിൽ നിന്നും ഇനിയും വിട്ടുപോയിട്ടില്ല. ഒരു വൈവാഹിക ജീവിതമോ കുടുംബമോ ഉണ്ടാക്കണമെന്നുള്ള മോഹവും അവളിലില്ലായിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ ചിരികളി തമാശകളുമായിരുന്നു അവളുടെ ലോകം മുഴുവൻ. അതിനപ്പുറം ഒന്ന് ചിന്തിക്കാൻ പോലും കേൾപ്പില്ലാതെ ദുർബലമായ മനസ്സാണ് അവൾക്ക് കാലം ഉള്ളിൽ വെച്ചുകൊടുത്തത്. ആ മനസ്സിലേക്കൊരു കുളിർമഴ എന്നോ തീക്കനലെന്നോ നിർവചിക്കാനാവാത്ത ഒരാഘാതം കൊടുത്തുകൊണ്ട് ഒരു ദിവസം കണ്ടപ്പോൾ ശ്രീകണ്ഠൻ ചോദിച്ചു, ദയ, നമുക്ക് പരസ്പരം വിവാഹിതരായാലോ? ഒരു നിമിഷം ശ്രീകണ്ഠൻ സാറിൽ നിന്നും അപ്രതീക്ഷിതമായ ആ വാചകം കേട്ട് ദയ സ്തബ്ധയായിപ്പോയി. സർ, എനിക്ക് ശ്രീകണ്ഠൻ സാർ എന്നെ കളിയാക്കുകയാണോ? സാറിനെല്ലാം അറിയാവുന്നതല്ലേ ഞാനെന്താ ഏതാ എന്നൊക്കെ. സമൂഹത്തിൽ ഇത്രയും വിലയും നിലയും ഒക്കെയുള്ള സാറിനെ പോലെയുള്ള ഒരാൾ എന്നെപ്പോലെ ജീവിതം നശിച്ചുപോയ ഒരു പെൺകുട്ടിയെ കെട്ടി അപമാനത്തിനാകാൻ നിൽക്കുമോ? വളരെ ശാന്തനായി ക്ഷമയോടെ അതിനുള്ള മറുപടി ശ്രീകണ്ഠൻ പറഞ്ഞു. ദയ, ഇങ്ങോട്ട് നോക്കൂ. നമ്മൾ ഒരു തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ഒരു അപമാനവും ഇല്ല. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എനിക്കറിയാം. ഒന്നും ദയ അറിഞ്ഞതുകൊണ്ട് അല്ലല്ലോ. ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും ഭീകരാന്തരീക്ഷത്തിൽ നിന്നും ഒരു അതിജീവിതയുടെ തൻ്റെയിടത്തോടെ ധൈര്യത്തോടെ ഇന്നും ജീവിതത്തെ നേരിടുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് എനിക്ക് ദയയെ ഇഷ്ടമായത്. എന്നിലെ സാമൂഹിക സ്നേഹിക്കും അത് കാണാതിരിക്കാനാവില്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം, എൻ്റെ ജീവിതം പോലും കൊടുത്ത്. എങ്കിലും സാർ, നമ്മൾ തമ്മിൽ എങ്ങനെ? എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. സാറിൻ്റെ കുടുംബമഹിമയും നന്മയുള്ള പ്രവൃത്തിയും കൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും
നല്ല പെണ്ണിനെ തന്നെ സാറിന് പങ്കാളിയായി കിട്ടും. എന്നെപ്പോലെ സമൂഹം ചവറ്റുകൊട്ടയിലെറിഞ്ഞ് ഒരു പെണ്ണിനെ സ്വീകരിച്ചാൽ സാറിന് അപമാനമേ ഉണ്ടാകൂ. അതുകൊണ്ട് വേണ്ട സർ, ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കൂ. സാറ് പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാമെന്ന്. ഇപ്പോൾ സാറിന് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം അതാണ്. എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിനായി. ദയാ, ഇതൊക്കെ നിന്റെ തോന്നലുകളാണ്. ഒഴിവാക്കി കളയേണ്ട പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയിലിട്ട് ഒരു മനുഷ്യ ജീവിതത്തെ മുരടിപ്പിച്ചുകൊണ്ട് ആരും കാണാതെ ഒതുങ്ങിക്കൂടി നേടാൻ ശ്രമിക്കുന്ന ഈ സമാധാനം ഉണ്ടല്ലോ, അത് യഥാർത്ഥ സമാധാനമല്ല. അതിലല്ല നീ സമാധാനം കണ്ടെത്തേണ്ടത്. നീ വീണ്ടും വീണ്ടും പഴയയിടത്ത് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ സ്ഥിതി ഇങ്ങനെയൊന്നും അല്ല. കാലം പുരോഗമിച്ചു. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടത് മുഴുവനും അവർക്കാണ്, അന്നത്തെ സമൂഹത്തിന്. ഒരു സ്ത്രീയോട് സ്നേഹത്തോടെയും മാന്യതയോടെയുള്ള പെരുമാറ്റത്തിലൂടെ അവരുടെ ബഹുമാനം പിടിച്ചുപറ്റാൻ കേൾപ്പില്ലാത്ത മനസ്സിനുടമകളായ നികൃഷ്ട ജന്മങ്ങൾ ശരീരത്തിൻ്റെ ബലത്തിൻ്റെ പേരിൽ കീഴടക്കി തങ്ങളുടെ വൈകാരിക ദുർബലത ചൊരിഞ്ഞ് വെറും കോവർ കഴുതകളായ അന്നത്തെ പുരുഷരൂപങ്ങൾക്ക്, പുരുഷ നാമധാരികൾക്ക്. ഇത് 2025 നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പെണ്ണെ. ഇന്നത്തെ പുരുഷനും സമൂഹവും സ്ത്രീകൾക്കൊപ്പമാണ്. അവരെ ചേർത്ത് തന്നെപ്പോലെ തന്നെ സമാനമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശ്രമിക്കുന്നവരാണ്. ഈ ശ്രീകണ്ഠൻ ആ കൂട്ടത്തിലാണ്. അതും പറഞ്ഞ് ശ്രീകണ്ഠൻ ഒരു നിമിഷം നിശബ്ദനായി. തന്നെ ഇത്രയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളെ ഇനി തൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ല അവൾക്ക് തോന്നി. ശ്രീകണ്ഠൻ സാറ് പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ തയ്യാറാണ് ഈ വിവാഹത്തിന്. ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. സത്യമാണോ ദയാ ഞാൻ ഈ കേട്ടത്? ശ്രീകണ്ഠൻ ചോദിച്ചു. അപ്പോൾ നമുക്കിത് സെറ്റാക്കാം, ഓക്കെ? പൂർണ്ണ സമ്മതം നൽകിക്കൊണ്ട് അവൾ തലയാട്ടി ചിരിച്ചു. ദയയുടെ ആവശ്യ ആശ്രമത്തിൽ വേണ്ടപ്പെട്ടവരെ അറിയിച്ചപ്പോൾ അവർക്കതേറെ ഇഷ്ടമായിരുന്നു. പിന്നെ അവർ തന്നെ മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടെ വിവാഹം വരെ കൊണ്ടെത്തിച്ചു. പിന്നെ എല്ലാം തകൃതിയിലായിരുന്നു. വിവാഹ ചടങ്ങ് ഗംഭീരമായി ആശ്രമാങ്കണത്തിൽ നടന്നു. ശ്രീകണ്ഠന്റെ കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരായ സാമൂഹിക സ്നേഹികളും എല്ലാവരും ഒരുപോലെ പങ്കെടുത്തു. ദയയുടെ കുടുംബക്കാരായി അന്തേവാസികളും ആശ്രമാധിപന്മാരും മൊത്തമുണ്ടായിരുന്നു. ആശ്രമത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ദയയെ ശ്രീകണ്ഠന്റെ വീട്ടിലെത്തിച്ച ശേഷം അവർ മടങ്ങി. ശ്രീകണ്ഠന്റെയും ദയയുടെയും ആദ്യ രാത്രിയാണ്. അന്നത്തെ പകലിൽ ആശ്രമത്തിൽ വെച്ചുള്ള വ്യത്യസ്ത രീതിയിലുള്ള വിവാഹ ചടങ്ങുകളിൽ ഏറെ പരിക്ഷീണരായ ഇരുവരും രാത്രിയാകുമ്പോഴേക്കും ഏറെ അവശരായിരുന്നു. എങ്കിലും അവർ പരസ്പരം ഹൃദയം തുറന്നേറെ വൈകുവോളം സംസാരിച്ചു. സ്ത്രീകളോട് പുരുഷന്മാർ കാണിക്കുന്ന ആക്രാന്തങ്ങളും അതിക്രമങ്ങളും അവളുടെ വിഷയമായി. വൈകാരികമായി നിയന്ത്രണമില്ലാത്ത പുരുഷന്മാരെയും അവരുടെ പ്രവൃത്തികളെയും അവൾ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ശ്രീകണ്ഠനും ആത്മാഭിമാനമുള്ള പുരുഷന്മാരെക്കുറിച്ചും അവരുടെ ചെയ്തികളെക്കുറിച്ചും അവരുടെ സ്ത്രീകളോടുള്ള നല്ല പെരുമാറ്റത്തെക്കുറിച്ചും വാ തോരാതെ സംസാരിച്ചു. തുടർന്ന് ബെഡിന്റെ ഇരു ധ്രുവങ്ങളിലും അവർ തല ചായ്ച്ചു. ബെഡിന് നടുവിൽ ഒരുപാട് സ്ഥലം കണ്ടതുകൊണ്ട് ദയ ചോദിച്ചു, എന്തിനാ ശ്രീകണ്ഠേട്ടൻ ഇത്രയും ദൂരം മാറിക്കിടക്കുന്നത്? അത് പിന്നെ സത്യത്തിൽ അയാൾക്ക് പേടിയായിരുന്നു. ഒരു കാലത്ത് കാമാസക്തരായ പുരുഷന്മാരുടെ ആവേശത്തോടു കൂടിയുള്ള അതിക്രമങ്ങൾക്കുണ്ടായ ശരീരമാണ്. താനും ഈ കാമമെന്ന വികാരത്തിന് അടിമപ്പെട്ട് അവളെ സ്പർശിക്കുന്നത് പോലും പാപമാണെന്ന് അയാൾക്ക് തോന്നി. പ്രത്യേകിച്ച് ഇന്ന് രാത്രി അവരുടെ ടോപ്പിക് അതായിരുന്നു. തൻ്റെ പ്രിയതമൻ്റെ അങ്കലാപ്പ് അതേക്കുറിച്ച് തന്നെ ആയിരിക്കുമെന്ന് അവൾക്ക് തോന്നി. ഒടുവിൽ ദയ തന്നെ ശ്രീകണ്ഠന്റെ അടുത്തേക്ക് നീങ്ങി അയാളുടെ ശരീരത്തോട് ചേർന്ന് കിടന്നു. അവൾ ശ്രീകണ്ഠനെ കെട്ടിപ്പിടിച്ചു. അയാളുടെ കൈയെടുത്ത് അവൾ തൻ്റെ ദേഹത്ത് ചേർത്ത് വെച്ചു, കെട്ടിപ്പിടിച്ചു. അത്രയും മതിയായിരുന്നു ശ്രീകണ്ഠന്. അയാളുടെ ചേതോ വികാരവും പൗരുഷവും ഉണർന്നു. സത്യത്തിൽ പുരുഷൻ എന്തെന്നും അവൻ നൽകുന്ന അനുഭൂതി എന്തെന്ന് ജീവിതത്തിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ദയയുടേത്. വികാരം എന്തെന്നറിയാത്ത പ്രായത്തിൽ 40ഓളം പുരുഷന്മാർ തന്നിൽ കാണിച്ചത് വെറും പേക്കൂത്താണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. സ്നേഹം അറിഞ്ഞും അറിയിച്ചു കൊടുക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ കാമം. ദയ തൻ്റെ പ്രിയതമൻ ശ്രീകണ്ഠേട്ടനോട് ഒന്നുകൂടി ചേർന്ന് കെട്ടിപ്പിടിച്ചു കിടന്നു. എന്നിട്ട് ആ കവിളിൽ സ്നേഹചുംബനം നൽകി. അയാളിൽ നിന്ന് ഒരു മധുര ചുംബനം ഏറ്റുവാങ്ങി അവൾ ആനന്ദ കണ്ണീരോടെ മയങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.